ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിന്റെ ഇല കൊണ്ടിട്ടുള്ള ഒരു തോരനാണ്. നമ്മളിപ്പം പാഷൻ ഫ്രൂട്ടിന്റെ ഇല എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തീരെ തളിരിലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ഇളം പച്ച കളറിലുള്ള ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. മൂത്ത ഇല ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. തളിരില മാത്രം ഇതിന് യൂസ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഇല അതെല്ലാം കഴുകി ഇപ്പൊ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇലയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ അരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് 2 കപ്പ് ഇലയാണ് ഉള്ളത്. നമ്മൾ ഇനി ഇതിനാവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 3 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളിയും കൂടി എടുത്തു. അതിന്റെ കൂടെ തന്നെ ഒരു 8 കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ചേർക്കാണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. കറി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും 1 ടീസ്പൂൺ തുവരപ്പരിപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി നമ്മളിപ്പോ ചമ്പാവരിയാണ് എടുത്തത്. നിങ്ങൾക്ക് ഏതരി വേണോ എടുക്കാം. പരിപ്പ് നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന തുവരപ്പരിപ്പില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അരിയെല്ലാം നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് പകുതി സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള എല്ലാം ട്രാൻസ്പാരന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ ഇലയ്ക്ക് വൈറ്റമിൻ എയും ഡിയും ഫൈബറും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണിത്. നല്ലപോലെ അയണിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീമിയ ഉൾപ്പെടെയുള്ള രോഗങ്ങളൊക്കെ മാറി നിൽക്കാനും ഇത് സഹായിക്കും. ഈ ഒരു സമയം നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്കിതിങ്ങനെ കൂട്ടി വെച്ചിട്ട് കുറച്ച് സമയം ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സമയം നമ്മൾ അരച്ച കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളൊരു കുഴി ഉണ്ടാക്കി അതിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അത് മൂടി വെക്കുക. ഇനി ഇതിങ്ങനെ തന്നെ വെച്ച് കുറച്ച് സമയം ഇരിക്കട്ടെ, നമുക്ക് അടച്ചിടാം. ഈ ഒരു സമയം അടപ്പ് തുറന്നു കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു സമയം അടപ്പ് തുറന്നു കൊടുത്ത് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തോരനിപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു സമയം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാഷൻ ഫ്രൂട്ടിലെ തോരൻ റെഡി.